2025 നീറ്റ് എന്ന ടഫ് ഗെയിം നന്നായി പെർഫോം ചെയ്ത് ഒരു സേഫ് സ്കോർ ഉറപ്പിച്ച് കൂളായിരിക്കുകയാണ് ഇന്ന് സിയ. ശരിക്കും സിയ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞ ഒരു 45-50 കുട്ടികളല്ലേ ഉണ്ടാവുക. അപ്പൊ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സിയൊക്കെ നമ്മളെ തന്നെ വലിച്ചെടുക്കണ പോലെയാണ് ക്ലാസ്സിൽ ഇരിക്കാറ് അല്ലേ? അതന്നെ മിസ്, നമ്മൾ ടീച്ചേഴ്സ് ആയാലും എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മാക്സിമം ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും കുറവാണ് വീട്ടിൽ ചെന്നിട്ട് പഠിക്കേണ്ടത്. അപ്പൊ പിന്നെ ബയോളജി ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പഠിക്കാറ്. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായാലും കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായാലും വീട്ടിൽ പോയിട്ട് പറ്റാറുണ്ട്. പിന്നെ വളരെ കുറച്ച് സമയം ഞാൻ കമ്പാരിറ്റീവ്ലി പഠിക്കാറുള്ളൂ. ഒരു 3 to 4 hours മാത്രമേ പഠിക്കാറുള്ളൂ. പക്ഷെ അതെന്റെ അമ്മയ്ക്ക് ഒരു പേടിയായിരുന്നു. ഇത്ര ലോങ് അവേഴ്സ്, ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാമിന് ലോങ് അവേഴ്സ് ഇരിക്കാതെ കുറച്ച് സമയം മാത്രം പഠിക്കുന്നത് എന്റെ അമ്മയ്ക്കും എന്റെ വീട്ടിലൊക്കെ ഉള്ളവർക്കും ഒരു കൺസേൺ തന്നെയായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പഠന രീതിയിലുള്ള കുട്ടിയായിരുന്നു സിയ. അതായത് നമുക്ക് സീനിയർ ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിനെ സംബന്ധിച്ച് 200 കുട്ടികളൊക്കെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ അതിൽ ഓരോ കുട്ടീനെയും അത്രയും ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ വെയർ അബൌട്ട്സ്, അവരുടെ പാരന്റ്സിന്റെ തോട്ട്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. സിയയുടെ അമ്മയുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് സിയക്ക് പേടി ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ പേടി ഇല്ലല്ലോ ടീച്ചർ എന്റെ മോൾക്ക് എന്നുള്ള ഒരു ഷെയറിങ് വരാറുണ്ട്. എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു. എനിക്കൊരു ടെൻഷൻ ഇല്ലാത്തൊരു നേച്ചറാണ് എൻ്റെ. അപ്പൊ അതൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ. പിന്നെ ഞാൻ പെട്ടെന്ന് ബോർഡാവും. എനിക്ക് ഒരുപാട് സമയം ലോങ് ക്ലാസ് പഠിക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ബോർഡായിട്ട് അടുക്കളയിലേക്കൊക്കെ പോകും ഇടയ്ക്ക്. പിന്നെ എൻ്റെ അനിയത്തിയായിട്ട് തല്ലുകൂടും, പിന്നെ അവളായിട്ട് കളിക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ്, ചെറുപ്പം മുതൽ അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് പോർഷൻസ് ഒക്കെ കഴിയാറുണ്ട്. പക്ഷെ അത് കഴിയുണ്ടോ എന്നുള്ളൊരു സംശയം എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അതാണ് അവരുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. പിന്നെ ഉറക്കമൊളക്കലും എനിക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് മാക്സിമം ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഉറക്കം കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മിസ്സും പറഞ്ഞല്ലോ, ഒരുപാട് സമയം ഉറക്കമൊളച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല, മെമ്മറി പവറിന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാരണം പിന്നെ അങ്ങനെ ഞാൻ 6 മണിക്കൂറൊക്കെ എന്തായാലും കിടന്നുറങ്ങിയിട്ട് തന്നെയാണ് പഠിച്ചിരുന്നത്. ക്രാഷ് കോഴ്സ് ചെയ്ത് നമ്മുടെ കൂടെ 1 year റിപ്പീറ്റ് ചെയ്ത്, അതായത് ആദ്യത്തെ റിപ്പീറ്റിൽ തന്നെ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് തൃശ്ശൂർ സേക്രഡ് ആർട്സിലാണല്ലേ സിയെ പഠിച്ചത്. അപ്പോൾ ചെയ്ത് ഈ 580 എടുത്ത് ഈ ടഫസ്റ്റ് ഗെയിമിൽ വാങ്ങുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് സിയെ. അതുപോലെ അഡ്മിഷന്റെ സമയത്ത് ചില കൺഫ്യൂഷൻസ് ചെറുതായിട്ട് സിയക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ മിസ്സേ, കുറച്ച് കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യണോ അതോ ഇതിനേക്കാളും കുറച്ചുകൂടി വേറെ കോഴ്സുകൾ ചെയ്യുന്നല്ലേ ബെറ്റർ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. പിന്നെ സീനിയർ ഡിജിറ്റലാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ഓക്കെ ആയിരുന്നു. സീനിയർ ഡിജിറ്റലെ കുറിച്ച് അറിയുന്നവരൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ചിലർ കേൾക്കാത്തവരുണ്ടായിരുന്നു. അപ്പൊ അവര് വേറെ സജഷൻസ് എനിക്ക് തന്നിരുന്നു. പക്ഷെ എന്നാലും ക്രാഷ് ചെയ്തപ്പോൾ തന്നെ ഞാൻ 100% ഷുവർ ആയിരുന്നു ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും എല്ലാം എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി ഇത്രയും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ടി ചെറിയൊരു സന്തോഷം കൊടുക്കണം എൻ്റെ റിസൾട്ട് വഴി എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സിയ തൃശ്ശൂർക്കാരിയല്ലേ? അപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ പഠിക്കാൻ തന്നെയാണോ സിയയുടെ പ്രയോറിറ്റി? അതെ മിസ്സേ, തൃശ്ശൂര് കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പോയി വരാനൊക്കെ എളുപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തന്നെയായിരിക്കും. പിന്നെ റിസൾട്ട് വരട്ടെ, അതിന് വെയിറ്റ് ചെയ്യാം.